ഞാനും കുറച്ച് എഴുതുന്ന ഒരു ആളാണ്. അപ്പം എനിക്ക് എന്തെന്നാൽ എഴുത്തിൻ്റെ ഇടയിൽ കൂടി പ്രഷർ വരുമ്പോൾ എഴുത്ത് കിട്ടൂല. അതായത് താങ്കൾ എഴുത്തിൻ്റെ ലോകത്ത് ജീവിക്കുന്ന ഒരാളല്ലേ? അതായത് ആ ഒരു പ്രൊഫഷനിൽ നിങ്ങൾ ത്രൈവ് ചെയ്ത് നിൽക്കുകയാണ്. അപ്പം ഇങ്ങനെ ഒരു സാഹചര്യത്തിൽ എപ്പോഴെങ്കിലും ആ വാക്കുകൾക്ക് ഭംഗം വന്നിട്ടുണ്ടോ? അതായത് റൈറ്റേഴ്സ് ബ്ലോക്ക് എന്നുള്ള ഒരു കോൺസെപ്റ്റ് അല്ലേ, അതായിട്ട് നിങ്ങൾ യോജിക്കുന്നുണ്ടോ? ഞാൻ ഫിക്ഷൻ എഴുതിയിട്ടുണ്ടെങ്കിലും ഞാനൊരു നോവൽ എഴുതിയിട്ടുണ്ട്. പക്ഷെ ഞാനൊരു ഫിക്ഷൻ റൈറ്റർ അല്ല. ഞാനൊരു ഫിലോസഫിക്കൽ, മിസ്റ്റിക്കൽ, വളരെ റിയലിസ്റ്റിക് ആയിട്ടുള്ള ജീവിതത്തെക്കുറിച്ചൊക്കെ എഴുതുന്ന ഒരാളാണ്. അതുകൊണ്ട് എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് എൻ്റെ ജീവിതത്തിൽ ബോധ്യമായ കാര്യങ്ങൾ മാത്രമേ ഞാൻ എഴുതാറുള്ളൂ. അതുകൊണ്ട് എനിക്കങ്ങനെ ഒരു ബ്ലോക്ക് ഒരിക്കലും ഉണ്ടായിട്ടില്ല. ഒരു റൈറ്റേഴ്സ് ബ്ലോക്ക് അല്ലേ? പക്ഷേ ക്രിയേറ്റീവായിട്ട് എഴുതുന്ന ആളുകൾ, ഒരുപാട് സാങ്കല്പികമായ ലോകങ്ങളെ മുമ്പിൽ വെച്ച് എഴുതുന്ന ആളുകൾക്ക് ഒരുപാട് റൈറ്റേഴ്സ് ബ്ലോക്കൊക്കെ വരാറുണ്ട്. ഇപ്പം എന്നെ സംബന്ധിച്ച് എഴുത്ത് എന്ന് പറയുന്നത് അത്ര പ്രധാന ആയി കാണുന്ന ഒരാളല്ല ഞാൻ. എഴുത്ത് എനിക്കൊരു പ്രൊഫഷനോ എഴുതാൻ വേണ്ടി ഒരു റൈറ്ററായിട്ട് ജീവിക്കുന്ന ആളോ അല്ല. എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു ജീവിതമുണ്ട്. ഇവിടെ ഈ ഭൂമിയിൽ ജനിച്ചു വീണു. നല്ലൊരു ഇൻസ്ട്രുമെൻ്റ് കിട്ടിയിട്ടുണ്ട്. എൻ്റെ ഇന്ദ്രിയങ്ങളും മനസ്സും ബുദ്ധിയുമൊക്കെയുള്ള കൊള്ളാവുന്ന ഒരു നല്ല ഒരു ഇൻസ്ട്രുമെൻ്റാണ് എൻ്റെ ജീവിതം എന്ന് പറയുന്നത്. അത് മരിക്കുന്നത് വരെ കഴിയുന്നത്ര എനിക്ക് സ്വസ്ഥതയുണ്ടാവണം, എൻ്റെ ചുറ്റുപാടിനും സ്വസ്ഥതയുണ്ടാവുന്ന രീതിയിൽ എൻ്റെ ചിന്തയും വാക്കും പ്രവൃത്തിയും പരമാവധി വെളിച്ചമുള്ളതാക്കി ജീവിക്കണം. ഇതാണ് എൻ്റെ ജീവിതത്തിൻ്റെ ഒരു ലക്ഷ്യമായിട്ടിരിക്കുന്നത്. എൻ്റെ പ്രയോറിറ്റി അതാണ്. എൻ്റെ ഗുരു എന്നോട് പറഞ്ഞത്, ജീവിതത്തിൽ ക്രിയേറ്റീവ് ആവാനല്ല ശ്രമിക്കേണ്ടത്, ജീവിതത്തെ ക്രിയേറ്റീവ് ആക്കാനാണ് ശ്രമിക്കേണ്ടത് എന്നാണ്. നിങ്ങൾ നല്ലൊരു എഴുത്തുകാരനായി എന്നതുകൊണ്ട് നല്ലൊരു മനുഷ്യനാവണമെന്നില്ല. നമ്മൾ നന്നായി പാട്ട് പാടുന്നവരായിരിക്കാം, ചിത്രം വരയ്ക്കുന്നവരായിരിക്കാം, സയൻറ്റിസ്റ്റായിരിക്കാം, ഉയർന്ന ശമ്പളം വാങ്ങിക്കുന്നവരായിരിക്കാം, നല്ല എഴുത്തുകാരായിരിക്കാം, പലതുമായിരിക്കാം. പക്ഷെ അതുകൊണ്ട് നല്ല മനുഷ്യനാവണമെന്നില്ല. അടിസ്ഥാനപരമായി നമ്മൾ ആവേണ്ടത് നല്ലൊരു മനുഷ്യനാവുക എന്നുള്ളതാണ്. അപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം എൻ്റെ എഴുത്തുകൾ മുഴുവൻ എന്നെ ഒരു കൊള്ളാവുന്ന മനുഷ്യനാക്കാൻ ഞാൻ നടത്തുന്ന യാത്രകളാണ് ഞാൻ എൻ്റെ പുസ്തകങ്ങളിലൂടെ മുഴുവൻ എഴുതുന്നത്. അതുകൊണ്ട് എന്നെ സംബന്ധിച്ചിടത്തോളം അതൊരു ബ്ലോക്കല്ല, എന്നെ സംബന്ധിച്ചിടത്തോളം അതൊരു ഫ്ലോയാണ്. കുറച്ചും കൂടി എന്നെ ഒഴുക്കുള്ളതാക്കാൻ സഹായിക്കുന്ന, കുറച്ചും കൂടി എൻ്റെ ജീവിതത്തിൽ വെളിച്ചം തരുന്ന, പല പ്രാവശ്യം വീണു പോകുമ്പോഴും നമ്മൾ പല പ്രാവശ്യം വീണു പോകുമ്പോഴൊക്കെ അവിടുന്ന് എഴുന്നേറ്റ് സ്വയം തിരുത്തി വീണ്ടും മുൻപോട്ട് നടക്കാൻ സ്വയം പ്രചോദനമാവുക എന്നുള്ളതാണ് ഞാൻ എൻ്റെ എഴുത്തുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതുകൊണ്ട് അതെനിക്കൊരു പ്രാർത്ഥന പോലെയാണ്, ഒരു ധ്യാനം പോലെയാണ്. അതുകൊണ്ട് ഒരു എഴുത്തുകാർ, പൊതുവെ ക്രിയേറ്റീവായിട്ടുള്ള എഴുത്തുകാർ അനുഭവിക്കുന്ന തരത്തിലുള്ള ഒരു ബ്ലോക്കോ ഒരു പ്രഷറോ ഒന്നും ഞാൻ അനുഭവിക്കാറില്ല. പലപ്പോഴും എൻ്റെ പ്രഷറുകളെ, പലതരത്തിൽ ഞാൻ അനുഭവിക്കുന്ന പ്രഷറുകളെ എൻ്റെ ഉള്ളിൽ നിന്ന് ഇല്ലാതെയാക്കാൻ എന്നെ സഹായിക്കുന്ന ഒരു ധ്യാനമാണ്, ഒരു പ്രാർത്ഥനയാണ് എഴുത്ത് എന്ന് പറയാം. ഞാൻ ചെറുപ്പം മുതലേ എൻ്റെ വിചാരങ്ങളും വിശ്വാസങ്ങളും പിന്നെ ധാരണകളും പിന്നെ വികാരങ്ങളും എല്ലാം എഴുത്തിലൂടെയാണ് വിവരിക്കുന്നത്. അപ്പോൾ ചില സമയത്ത് പേപ്പർ കിട്ടിയില്ലെങ്കിലും മനസ്സിൽ തന്നെ എഴുതി ഞാൻ ശീലമുള്ള ഒരാളാണ്. അപ്പോൾ ചില സമയത്ത് ചില സാഹചര്യങ്ങൾ നമ്മൾ ഇതുവരെയായിട്ട് ആലോചിക്കാത്ത ആശയങ്ങളും പിന്നെ വികാരങ്ങളും നമ്മുടെ മനസ്സിൽ ഉയർത്തും. അപ്പോൾ ചില സമയത്ത് അത് പേപ്പറിൽ നമുക്ക് എഴുതാൻ പറ്റുന്നും ഉണ്ടായിട്ടില്ല. അപ്പോൾ അതെങ്ങനെയാണ് നമ്മൾ വിവരിക്കുക? ഒരു വ്യക്തി എന്ന് പറയുന്നത് ഈ ഭൂമിയിൽ ജീവൻ ഉണ്ടായത് മുതൽ ജീവൻ ഏത് രൂപങ്ങളിലൂടെയൊക്കെ ഇവോൾവ് ചെയ്ത് വന്നിട്ടുണ്ടോ, അതുപോലെ മനുഷ്യനുണ്ടായത് മുതൽ മനുഷ്യൻ ഏത് സംസ്കാരങ്ങളിലൂടെയൊക്കെ ഇവോൾവ് ചെയ്ത് വന്നിട്ടുണ്ടോ, അതിൻ്റെ മുഴുവൻ ഇൻപ്രിൻസ് ഉള്ള സിസ്റ്റമാണ് നമ്മളുടെ കോൺഷ്യസ്നെസ് എന്ന് പറയുന്നത്, നമ്മുടെ ബോഡി എന്ന് പറയുന്നത്. അപ്പോൾ അതിൽ ഈ തിരയിളക്കം പോലെ ചില മനുഷ്യരിൽ നമ്മളുടേതായ ആശയങ്ങൾ എന്ന് പറഞ്ഞിട്ടൊരു ആശയമില്ല. നമ്മളിലൂടെ ഉണർന്നു വരുന്നതൊക്കെ ഈ പ്രപഞ്ചത്തിൻ്റെ ആശയങ്ങളാണ്. ഈ ജലാലുദ്ദീൻ റൂമി എന്ന് പറയുന്ന ഒരു
ഒരു മിസ്റ്റിക് കവിയുണ്ട്. ആ കവി പറയുന്നത്, ഞാൻ കടലിലെ ഒരു തുള്ളി ജലമല്ല, ഞാൻ ഒരു തുള്ളി ജലത്തിലെ കടലാണ് എന്നാണ്. അപ്പോൾ ഈ ഒരു തുള്ളിയായിട്ടിരിക്കുന്ന വ്യക്തി എന്ന് പറയുന്നത് ഒരു കടൽ തന്നെയാണ്. അപ്പോൾ അതുകൊണ്ട് നമ്മളുടെ ബോധത്തിൽ ഉണർന്നു വരുന്ന ആശയങ്ങളെ മുഴുവൻ അങ്ങനെ തന്നെ വാക്കുകളിലേക്ക് കൊണ്ടുവരാൻ നമുക്ക് ഒരിക്കലും കഴിയില്ല. ഒരു 10% കൊണ്ടുവരാൻ പറ്റൂ. അപ്പോൾ നമ്മുടെ ഉള്ളിൽ ആശയങ്ങൾ വന്ന് നിറയുമ്പോൾ ഉടനെ തന്നെ എഴുതണം എന്ന് തീരുമാനിക്കാതിരിക്കുക എന്നുള്ളതാണ് നമ്മൾ ആദ്യം ചെയ്യേണ്ടത്. അത് ഉള്ളിൽ നിറഞ്ഞ് വിങ്ങി ഒന്ന് അടങ്ങാൻ സമയം കൊടുക്കണം. ഇപ്പോൾ ലാവോത്സു എന്ന് പറയുന്ന ഒരു ചൈനീസ് ദാർശനികൻ പറയുന്നത്, ചളിയൂറുന്നത് വരെ കാത്തിരിക്കാൻ ആർക്ക് കഴിയും എന്നാണ്. അപ്പോൾ നമ്മളുടെ ആ ഒരു മഡ് സെറ്റിലാകുന്നത് വരെ, കാരണം നമ്മൾക്ക് താങ്ങാൻ കഴിയുന്നതിനേക്കാൾ വിശാലമായിട്ടുള്ള ആഴമുള്ള ആശയങ്ങളാണ് നമ്മുടെ ബോധത്തിൽ വങ്ങി നിറയുക. അപ്പോൾ ഒന്ന് വെയിറ്റ് ചെയ്ത് കുറച്ച് സമയം, അതെവിടെയും പോവില്ല. പക്ഷേ ആ ഒരു ബോധത്തിൽ ഉണർന്നു വന്ന ആ ഒരു പ്രഷറിനെ വിട്ട് കളയരുത്. പക്ഷെ അത് മെല്ലെ അടങ്ങുമ്പോൾ മാത്രം വാക്കിലേക്ക് കൊണ്ടുവരാൻ ശ്രമിച്ചാൽ കുറച്ചുകൂടി വ്യക്തതയോടെ നമുക്കത് എഴുതാൻ പറ്റും. പക്ഷെ നമ്മൾ അറിയണം, നമ്മുടെ ഉള്ളിൽ ഉണർന്നു വരുന്നത് അങ്ങനെ തന്നെ വാക്കുകളിലേക്ക് ആവിഷ്കരിക്കാൻ ഒരിക്കലും നമുക്ക് സാധിക്കില്ല എന്ന് നമ്മൾ അറിയേ വേണം. അതുകൊണ്ട് ഏറെക്കുറെ ഓക്കെ ആയാൽ അത് വലിയൊരു വെളിച്ചമായിട്ട് തിരിച്ചറിയുകയും വേണം. ഞാൻ ഈ ഒരുപാട് വായിക്കാറുള്ള ആളൊന്നല്ല, എന്നാലും കുറച്ച് ഞാൻ വായിക്കും. എനിക്ക് വായന ഇഷ്ടമാണ്. പക്ഷേ ഞാൻ കൂടുതൽ വായിക്കാറുള്ളത് ഫിക്ഷനാണ് കേട്ടോ. അപ്പോൾ ഞാൻ വായിച്ച ബുക്സിനെ കുറിച്ചൊക്കെ എൻ്റെ ഫ്രണ്ട്സിൻ്റെ അടുത്ത് ഞാൻ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന സമയത്ത് മിക്ക ആൾക്കാരും വായിച്ചിട്ടുണ്ടാവും. ചില ആൾക്കാർ പറയും ഞാൻ അതിൻ്റെ സീരീസ് കണ്ടിട്ടുണ്ട്, ഞാൻ അത് ഫോണിൽ അതിൻ്റെ എക്സ്പ്ലനേഷൻ കണ്ടിട്ടുണ്ട്, അങ്ങനെയൊക്കെയാണ്. അപ്പോൾ ആ ഒരു എക്സ്പീരിയൻസ് വായനയിൽ നിന്നും വളരെയധികം ഡിഫറെൻ്റ് ആണെന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ അതിനോടുള്ള സാറിൻ്റെ തോട്ട്സ് എന്തൊക്കെയാണ്? നമ്മുടെ ആദ്യത്തെ മീഡിയ എന്ന് പറയുന്നത് വായ്മൊഴിയായിരുന്നു, വാക്ക് മാത്രം. നമുക്ക് എഴുതാനൊന്നുമില്ലായിരുന്നു. ഇപ്പോൾ പണ്ട് കാലത്ത് ആദ്യം രൂപപ്പെട്ടത് വായ്മൊഴിയാണ്, വാക്ക് മാത്രം. പിന്നീട് നമ്മൾ വരമൊഴിയായി, നമ്മൾ എഴുതാൻ തുടങ്ങി. പിന്നീട് ആധുനികമായിട്ട് രൂപപ്പെട്ടു വന്ന, ഇതെല്ലാം ചേർത്ത് രൂപപ്പെട്ടു വന്ന ഒന്നാണ് വിഷ്വൽ മീഡിയ എന്ന് പറയുന്നത്. അപ്പോൾ ഇനിയുള്ള കാലത്ത് ഏറ്റവും കൂടുതൽ ആളുകൾ ഏറ്റവും ഈസി ആയിട്ട് ആക്സസ് ഉള്ളത് വിഷ്വൽ മീഡിയ ആണ്. അതുകൊണ്ട് ഇപ്പോൾ ലോകത്തിലുള്ള നമ്മളൊരു സിനിമ കണ്ടാൽ, ഇപ്പോൾ നല്ലൊരു സിനിമ, ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഒരു ഇറാനിയൻ മൂവി ഉണ്ട്, ചിൽഡ്രൻ ഇൻ ഹെവൻ എന്ന് പറഞ്ഞിട്ട്. എത്രയോ നാളുകൾക്ക് ശേഷം വീണ്ടും കാണാം. പിന്നെ ഇന്ന് രാവിലെ നേരത്തെ ഞാൻ ഇങ്ങോട്ട് യാത്ര ചെയ്ത് വരുന്ന സമയത്ത് ഞാൻ എൻ്റെ മൊബൈലിൽ ഇരുന്നിട്ട് ഒരു ബ്രദർ സൺ സിസ്റ്റർ മൂൺ എന്ന് പറഞ്ഞിട്ടൊരു സിനിമ കണ്ടുകൊണ്ടിരിക്കുക. ചിലപ്പോൾ ഒരു സിനിമ, ഒരു വിഷ്വൽ 1000 പുസ്തകം വായിക്കുന്ന ഒരു വെളിച്ചം നമുക്ക് തരും. ചിലപ്പോൾ തരാൻ സാധ്യതയുണ്ട്. ചില സമയത്ത് ഒരു കവിത വായിച്ചാൽ, ഒരു 6 വരിയുള്ള ഒരു കവിത വായിച്ചാൽ 1000 സിനിമ കാണുന്ന വെളിച്ചവും തരും. അപ്പോൾ ഒരു ജീവിതത്തെ മനസ്സിലാക്കാൻ, ജീവിതത്തെ ആഴത്തിൽ ഉൾക്കൊള്ളാൻ വ്യത്യസ്തമായ മീഡിയകളുണ്ട് എന്ന് തിരിച്ചറിയുക മാത്രമേ ചെയ്യാനുള്ളൂ. പുസ്തകത്തെ ഇഷ്ടപ്പെടുന്ന ആളുകൾ എപ്പോഴും പറയും, എന്ത് പറഞ്ഞാലും പുസ്തകം വായിക്കുമ്പോൾ കിട്ടുന്ന ഒരു സംഭവം വേറൊന്നിലും കിട്ടില്ല എന്ന് പറയും. ഇത് പണ്ട് എഴുത്തുകാർ പറയുമായിരുന്നു, പേന കൊണ്ട് പേപ്പറിൽ എഴുതുമ്പോൾ പറ്റുന്നത് പോലെ ഒരിക്കലും ലാപ്ടോപ്പിൽ ടൈപ്പ് ചെയ്താൽ എഴുതാൻ പറ്റില്ല. ഞാൻ ഒരു പുസ്തകം പോലും പേന കൊണ്ട് എഴുതിയിട്ടില്ല. ഞാൻ എൻ്റെ ഗുരുവിൻ്റെ അടുത്ത് നിന്നപ്പോൾ ഗുരു ആദ്യം എന്നെ പഠിപ്പിച്ചത് ടൈപ്പിങ്ങാണ്. ഞാൻ 24 പുസ്തകങ്ങൾ എഴുതിയിട്ടുണ്ട്. 24 പുസ്തകവും ഞാൻ എഴുതിയത് ലാപ്ടോപ്പിലാണ്. പക്ഷേ എനിക്കത് കൂടുതൽ നല്ലതായിട്ടാണ് തോന്നിയത്. കാരണം എന്താ, വെട്ടണ്ടല്ലോ, അപ്പം എഡിറ്റ് ചെയ്ത് പോവാം, വളരെ ഈസിയാണ്. നമ്മൾ വെട്ടി വീണ്ടും പുതിയതാക്കി എഴുതണ്ട. തിരുത്തണമെങ്കിൽ നമുക്കത് ഡിലീറ്റ് ചെയ്ത് വീണ്ടും അവിടെ തന്നെ എഴുതാം, എഡിറ്റ് ചെയ്യാം, കറക്റ്റ് ചെയ്യാൻ വളരെ ഈസിയാണ്. അപ്പോൾ ഈ പഴയതൊക്കെ കൊള്ളാവുന്നതാണ് എന്നും പുതിയതിലൊക്കെ എന്തോ കുഴപ്പമുണ്ടെന്നും പറയുന്നത് മനുഷ്യരുടെ ഒരു സ്വഭാവമാണ്. അത് ഈ വായനയെക്കുറിച്ച് പറയുമ്പോഴുണ്ട്. വായിക്കുന്നത് വളരെ ആഴമുള്ളൊരു കാര്യമാണ്. ഇപ്പോൾ അഡോളസൻസ് എന്ന് പറഞ്ഞിട്ടൊരു സീരീസ് ഇറങ്ങിയിട്ടുണ്ട്, നിങ്ങൾ കണ്ടിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. ഞാനത് കണ്ടു. ഒരുപക്ഷെ
1000 പുസ്തകങ്ങൾക്ക് പറയാവുന്ന ഒരു വിഷയം ആ ഒരു ചെറിയൊരു സീരീസിൽ പറഞ്ഞു വെച്ചത്. നിങ്ങളെല്ലാവരും കണ്ടിട്ടില്ലെങ്കിൽ കാണണം. കണ്ടിട്ടുണ്ടാവും എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അഡോളസൻസ് എന്ന് പറഞ്ഞിട്ടൊരു സീരീസ് ഉണ്ട്. എനിക്ക് തോന്നുന്നു ഞാൻ വായിച്ചിട്ടുള്ള ഞാൻ ഒരുപാട് പുസ്തകങ്ങൾ ഈ അഡോളസൻസായിട്ട് ബന്ധപ്പെട്ട് വായിക്കുകയും സൈക്കോളജിസ്റ്റുകളായിട്ട് ഇൻട്രാക്ട് ചെയ്യുകയൊക്കെ ചെയ്തിട്ടുണ്ട്. പക്ഷെ ആ സീരീസ് കണ്ടപ്പോൾ എനിക്കിതുവരെ വായിച്ചതും കണ്ടതൊക്കെ കൂടി ചേർന്ന് കിട്ടിയ ഒരു വെളിച്ചമുണ്ടായി. ഒരുപക്ഷെ പുസ്തകം വായിച്ചാൽ അത്ര ഉണ്ടാവണമെന്നില്ല. പക്ഷെ ചിലത് നമുക്ക് പുസ്തകം വായിച്ചാലായിരിക്കും കൂടുതൽ കിട്ടുക. അപ്പോൾ ഇപ്പോൾ ഒരുപാട് നല്ല സീരീസുകൾ, വളരെ വളരെ വെളിച്ചം തരുന്ന, അറിവ് തരുന്ന, വളരെ ചെറിയ സമയത്തിൻ്റെ ഉള്ളിൽ കണ്ടു തീർക്കാവുന്ന, ഹൈലി എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ഒരുപാട് സീരീസുകൾ ഇപ്പോൾ ഇറങ്ങുന്നുണ്ട്. ഒക്കെ നന്നായിട്ട് നമ്മൾ കാണണം, പുസ്തകം വായിക്കണം. അപ്പോൾ എല്ലാ മീഡിയയെയും ഒരേപോലെ കണ്ട് എല്ലാറ്റിനും അതിൻ്റെ സ്പേസ് കൊടുത്ത് റെസ്പെക്റ്റ് ചെയ്യുക എന്നുള്ളതാണ് നമ്മൾ ചെയ്യേണ്ടതായിട്ടുള്ള കാര്യം. മലയാളികൾ ഏറ്റെടുത്തു കഴിഞ്ഞ ഖദീജ, അതിനെക്കുറിച്ചാണ്. ഗുരു നിത്യചൈതന്യയുടെ ഇത്രയും പ്രിയപ്പെട്ട ഒരു ശിഷ്യനാണല്ലോ അദ്ദേഹം. എങ്ങനെയാണ് ആ ഇത്രയും വലിയൊരു ഗുരുവിൻ്റെ അടുത്തേക്ക് അദ്ദേഹത്തിന് എത്താൻ കഴിഞ്ഞത്? ആ നാൾ വഴികൾ സർ ഒന്ന് പങ്കുവയ്ക്കോ? ജാതിയുടെ പേര് പറഞ്ഞ്, മതത്തിൻ്റെ പേര് പറഞ്ഞ്, ഭാഷയുടെ പേര് പറഞ്ഞ്, ദേശത്തിൻ്റെ രാജ്യത്തിൻ്റെ പേര് പറഞ്ഞ് മനുഷ്യരെ ഞങ്ങളും നിങ്ങളും എന്നിങ്ങനെ വേർതിരിച്ച് പറയുന്നതൊക്കെ ഭയങ്കര ഒരു മുറിവേൽക്കുന്ന ഒരു ഫീലായിരുന്നു. എല്ലാ മനുഷ്യരെയും ചേർത്ത് നമ്മൾ എന്ന് പറയുന്ന ഒരാളെ തേടിയായിരുന്നു സത്യത്തിൽ എൻ്റെ അന്വേഷണം. ഒരുപക്ഷെ എൻ്റെ ഒരു 17ാമത്തെ വയസ്സിൽ ഗുരുനിത്യയുടെ അടുത്ത് എത്തുമ്പോഴാണ് അദ്ദേഹത്തിൽ നിന്നാണ് ഞാൻ ആദ്യമായിട്ട് ജീവിച്ചിരിക്കുന്ന ഒരു മനുഷ്യനിൽ നിന്ന് ജാതിയുടെ വ്യത്യാസമില്ലാതെ, മതത്തിൻ്റെ വ്യത്യാസമില്ലാതെ, ദേശത്തിൻ്റെ വ്യത്യാസമില്ലാതെ ലോകത്തിലുള്ള എല്ലാ മനുഷ്യരെയും ചേർത്ത് നമ്മൾ എന്ന് പറയുകയും ലോകത്തുണ്ടായിട്ടുള്ള എല്ലാ അറിവും, അത് ഖുറാനിൽ പറഞ്ഞാലും ബൈബിളിൽ പറഞ്ഞാലും ഗീതയിൽ പറഞ്ഞാലും ടോൾസ്റ്റോയ് പറഞ്ഞാലും ടാഗോർ പറഞ്ഞാലും അത് ഐൻസ്റ്റൈൻ പറഞ്ഞാലും എല്ലാ അറിവും എല്ലാ മനുഷ്യർക്കുള്ളതാണ്. ഇത് ഞങ്ങളുടേത് നിങ്ങളുടേത് എന്ന് പറയുന്നത് തെറ്റാണ്. ഇതെല്ലാം നമ്മുടേതാണെന്ന് പറയുന്ന ഒരു ഗുരു, ഒരു മനുഷ്യനെ ഞാൻ ആദ്യമായിട്ട് കാണുന്നത്, കേൾക്കുന്നത്, ജീവിച്ചിരിക്കുന്ന മനുഷ്യരിൽ കേൾക്കുന്നത് ഗുരുനിത്യയിലാണ്. അതായിരുന്നു ഗുരുവിലേക്കുള്ള എൻ്റെ ഒരു എത്തിച്ചേരലും പിന്നെ അദ്ദേഹത്തിൻ്റെ കൂടെ ജീവിക്കാനൊരു കാരണമായതൊക്കെ. ഇപ്പം ഈ ഒരു കാലഘട്ടത്തിൽ ഒരു ഗുരുവില്ലാതിരിക്കുന്നതാണോ ഇന്നത്തെ യൂത്തിനൊക്കെ ഉണ്ടാകുന്നൊരു ചെറിയൊരു പ്രശ്നം? ഗുരു എപ്പോഴും ഉണ്ട്, അന്വേഷിക്കുന്നവർക്ക് എപ്പോഴും. ഇപ്പം നമ്മുടെ ഉള്ളിലൊരു അന്വേഷണം എന്താണ് ഗുരു എന്നുള്ളതാണ്. ഇപ്പം എൻ്റെ ഉള്ളിൽ നല്ലൊരു കവിത എഴുതുന്ന ഒരാളെ കണ്ടെത്തണം എന്ന് കരുതി ഞാൻ നടക്കുകയാണെങ്കിൽ ഈ ലോകത്ത് എനിക്ക് പ്രിയപ്പെട്ട ഒരു കവി എവിടെയോ ഉണ്ട്. അപ്പം നല്ലൊരു ചിത്രകാരനെ, നല്ലൊരു പാട്ടുകാരനെ, നന്നായിട്ട് ധ്യാനിക്കുന്ന ഒരാളെ, പ്രാർത്ഥിക്കുന്ന ഒരാളെ. അപ്പോൾ ഗുരു എന്ന് പറയുന്നത് എപ്പോഴും നമ്മുടെ ചുറ്റുമുണ്ട്. ഗുരു എന്നുള്ള വാക്കിനൊരൊറ്റ അർത്ഥമേ ഉള്ളൂ, ഇരുട്ടിനെ മാറ്റുന്നത് എന്നേ അർത്ഥമുള്ളൂ. ഗുരു എന്ന് പറഞ്ഞാൽ ഇരുട്ട്. അപ്പോൾ നമ്മളുടെ ബോധത്തിലെ ഇരുട്ടിനെ മാറ്റാൻ സഹായിക്കുന്ന എന്തും ഗുരുവാണ്. അപ്പോൾ ഗുരുക്കന്മാരിവിടെ എല്ലാ മനുഷ്യരാവണമെന്നില്ലാതെ ഒരു പൂച്ചയാവാം. ഇപ്പം ഞാൻ എറണാകുളത്ത് ഇന്നലെ താമസിക്കുന്ന സ്ഥലത്ത് ഞാനും പിന്നെ മീമോ എന്ന പേരുള്ള ഒരു പേർഷ്യൻ പൂച്ച മാത്രമേ ഉള്ളൂ. കഴിഞ്ഞ 3 ദിവസമായിട്ട് ഞങ്ങൾ 2 ആളാണ് ജീവിതം. അപ്പോൾ ഞാനിങ്ങനെ ലാപ്ടോപ്പിൽ ഇങ്ങനെ എഴുതിക്കൊണ്ടിരിക്കുമ്പോൾ മീമ എൻ്റെ അടുത്ത് വന്ന് ഇങ്ങനെ ഇരിക്കും. ഇവിടെ ഇടയ്ക്ക് ലാപ്ടോപ്പിലേക്ക് നോക്കും, എന്നിട്ട് എന്നെയും നോക്കും. അപ്പോൾ ഞാൻ മെല്ലെ തലയിൽ തലോടും. അപ്പോൾ എനിക്ക് ആ 3 ദിവസവും കൂട്ടിരുന്ന മീമോ എനിക്കൊരു ഗുരുവാണ്. അതായത് ഞാൻ ഒരു പക്ഷേ ആ എഴുതാനൊക്കെയുള്ള ഞാൻ കരുണയെക്കുറിച്ചും കരുതലിനെക്കുറിച്ചാണ് എഴുതിക്കൊണ്ടിരിക്കുന്നത്. ആ സമയത്താണ് മീമോ വന്നിട്ട് എന്നെ ഇങ്ങനെ ഉരുമ്മിയിരിക്കുക. അപ്പോൾ എൻ്റെ ഉള്ളിലെ വലിഞ്ഞു മുറുകിക്കിടക്കുന്ന എൻ്റെ മനസ്സിനെ അയവുള്ളതാക്കാൻ മീമോയുടെ അടുത്ത് വന്നിട്ടുള്ള ഒരു ഉരുമ്മിയിരിക്കൽ സഹായിക്കുന്നുണ്ട്. അതായത് എൻ്റെ ഉള്ളിലെ ഒരു ഇരുട്ട് മാറ്റി അവിടെ വെളിച്ചം തരാൻ മീമോയുടെ ഒരു സ്പർശം എന്നെ സഹായിക്കുന്നുണ്ട്. അപ്പോൾ അവിടെ മീമോ എനിക്ക് ഗുരുവാണ്. വീട്ടുമുറ്റത്ത് നിൽക്കുന്ന ഒരു ചെടി നമ്മുടെ ഗുരുവാണ്. ആ ചെടിക്ക് ദിവസം വെള്ളം ഒഴിച്ചു കൊടുത്ത് അതിലൊരു ദിവസം പൂവുണ്ടായി വരുമ്പോൾ നമ്മുടെ ഉള്ളിലുണ്ടാവുന്ന ഒരു വെളിച്ചമുണ്ട്. നമ്മളതിനെ നമ്മുടെ ചുറ്റുമുള്ളതിലേക്ക് നമ്മുടെ കരുതലുകൾ പകർന്നാൽ നമ്മൾ കരുതലുകൾ പകരുന്നതൊക്കെ നമ്മുടെ ഗുരുവായിട്ട് മാറും. നമ്മുടെ ഉള്ളിൽ നമ്മുടെ ഇരുട്ട് മാറ്റി, നമ്മുടെ ആലസ്യം മാറ്റി അവിടെ നമുക്കൊരു വെളിച്ചം തരാൻ സഹായിക്കുന്ന എന്തും ഗുരുവാണ്. അതുകൊണ്ട് ആവശ്യമുള്ളവർക്ക്
ചുറ്റും ഗുരുക്കന്മാരേ ഉള്ളൂ. എൻ്റെ ചോദ്യം എന്താണെന്ന് വെച്ചാൽ ഞാനും അത്യാവശ്യം എഴുതും. അപ്പോൾ സാറിന് എന്തെങ്കിലും എഴുതാൻ ആഗ്രഹമുള്ളവരോട് എന്തെങ്കിലും അഡ്വൈസ് ഉണ്ടോ? ഷെയർ ചെയ്യാൻ എന്തെങ്കിലും അഡ്വൈസ് ഉണ്ടെങ്കിൽ നല്ലൊരു ഹെൽപ്പാകും. എഴുതുക, എഴുത്ത് എന്ന് പറയുന്നത് നല്ലൊരു എഴുത്തുകാരനാവാൻ എന്താണ് ചെയ്യേണ്ടത്? ഈ ലോകത്ത് ഒരുപാട് എഴുത്തുകാരുണ്ടായില്ലെങ്കിൽ ഒരു കുഴപ്പവുമില്ല. സത്യത്തിൽ നല്ലൊരു എഴുത്തുകാരനാവുക എന്നതിനേക്കാൾ അടിസ്ഥാനപരമായി ഒരു ക്രിയേറ്റീവായിട്ടുള്ള ഒരാൾക്കുണ്ടായിരിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എൻ്റെ ഉള്ളിൽ തിരുത്തപ്പെടേണ്ട ഇടങ്ങൾ ഇനിയുമുണ്ട് എന്ന് അറിയലാണ്. നമ്മളെല്ലാവരും നമ്മളുടെ ജീവിതത്തിൽ നമ്മളാണ് ശരി എന്ന് സ്ഥാപിക്കാൻ ശ്രമിക്കുന്നവരാണ്. ഞാനാണ് ശരി, എന്നെ ആരും മനസ്സിലാക്കുന്നില്ല എന്നൊക്കെ സ്ഥാപിക്കാൻ ശ്രമിക്കുന്നവരാണ്. പക്ഷേ നമ്മളിൽ തിരുത്തപ്പെടേണ്ട ഇടങ്ങളുണ്ട്. ഞാൻ സദാ തിരുത്തിക്കൊണ്ടിരിക്കേണ്ട ഒരാളാണ് എന്ന് തിരിച്ചറിയുന്ന ഒരു മനസ്സ് നമുക്കുണ്ടാവുക എന്നുള്ളതാണ് ആദ്യം ഒരു എഴുത്തുകാരന് അല്ലെങ്കിൽ ഏതൊരു മനുഷ്യനും ഉണ്ടായിരിക്കേണ്ട ആദ്യത്തെ ക്രിയേറ്റീവായിട്ടുള്ള ക്വാളിറ്റി എന്ന് പറയുന്നത്. പക്ഷേ നമ്മളുടെ സ്വഭാവം ഞാനാണ് ശരി, ഞാൻ മാത്രമാണ് ശരി എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നതാണ് മനുഷ്യരുടെ സ്വഭാവം. അങ്ങനെയുള്ള ഒരു ആൾക്കും വളരാൻ പറ്റില്ല. ഇപ്പം നമ്മുടെ വളർച്ച, ഒരാൾ സത്യസന്ധമായിട്ട് എഴുതുമ്പോൾ അയാൾ പോലും അറിയാതെ അയാളുടെ എഴുത്തിൽ വരുന്നത് എൻ്റെ ശരി സ്ഥാപിക്കലല്ല. റിയലായിട്ടുള്ള എഴുത്തുകാരനാണെങ്കിൽ എന്നെയും ആദ്യം എന്നെ തിരുത്തണം, എൻ്റെ സമൂഹത്തെ തിരുത്തേണ്ട ഇടങ്ങളുണ്ടെങ്കിൽ തിരുത്തണം. ഇങ്ങനെ സദാ തിരുത്തേണ്ട സമൂഹത്തിലാണ് നാം ജീവിക്കുന്നത് എന്നൊരു തിരിച്ചറിവുണ്ടാവുക എന്നുള്ളതാണ് ഒരു എഴുത്തുകാരനുണ്ടാവേണ്ട ആദ്യത്തെ ഗുണം. രണ്ടാമത്തത്, ലോകത്തൊരുപാട് മനുഷ്യർ ഇതേപോലെ വളരെ സത്യസന്ധരായിട്ടുള്ള ആത്മാർത്ഥതയുള്ള ഒരുപാട് എഴുത്തുകാർ ലോകത്തുണ്ടായിട്ടുണ്ട്. അവരെഴുതിയ പുസ്തകങ്ങൾ പരമാവധി വായിക്കുക എന്നുള്ളതാണ് രണ്ടാമത്തെ ലക്ഷണം. രണ്ടാമത് നമുക്ക് വേണ്ട പരമാവധി വായിക്കുക. ഈ പുസ്തകങ്ങൾ വായിക്കുക എന്ന് പറഞ്ഞാൽ വെറും അച്ചടിക്കപ്പെട്ട പുസ്തകങ്ങൾ വായിക്കുക എന്നുള്ളത് മാത്രമല്ല അർത്ഥം. പണ്ട് ഞാൻ താമസിച്ചിരുന്ന ഗുരു നിത്യ ഒരിക്കൽ പറഞ്ഞു, നിങ്ങളുടെ വീട്ടുമുറ്റത്ത് നിൽക്കുന്ന ഇതുപോലൊരു എഴുത്തുകാരുടെ ഒരു വലിയ ഗ്രൂപ്പിൽ അദ്ദേഹം സംസാരിക്കുന്ന സമയത്ത് പറഞ്ഞത്, നമ്മുടെ വീട്ടുമുറ്റത്ത് നിൽക്കുന്ന ചെടികളെയും നമ്മളുടെ വീട്ടുമുറ്റത്ത് വരുന്ന പക്ഷികളെയും വേണ്ടത്ര കാണുകയും കേൾക്കുകയും ചെയ്യാത്ത ആരും നല്ല എഴുത്തുകാരനാവുന്നില്ല എന്നാണ്. അതേപോലെ തന്നെ നമ്മളുടെ അടുത്ത്, നമ്മുടെ ക്ലാസ് റൂമിലാവാം, നമ്മുടെ വീട്ടിലാവാം, വിഷമം അനുഭവിച്ച് ഒരാൾ വന്നിരിക്കുമ്പോൾ അയാളുടെ അടുത്ത് ചെന്ന് എന്താണ് നിൻ്റെ വിഷമം, ഞാൻ എന്താണ് ചെയ്തു തരേണ്ടത് എന്ന് സ്നേഹത്തോടെ ചോദിക്കാൻ, നമ്മളുടെ കൂടെ ജീവിക്കുന്നവരുടെ സങ്കടങ്ങൾ മനസ്സിലാക്കാനും നമ്മൾക്കാവുന്ന വിധം അവരേത് രീതിയിലൊക്കെ നമുക്ക് സപ്പോർട്ട് ചെയ്യാൻ പറ്റുമോ ആ ചിലപ്പോൾ ഒന്ന് നോക്കിയാൽ മതിയായിരിക്കും, ചിലപ്പോൾ ഒന്ന് തൊട്ടാൽ മതിയായിരിക്കും, ചിലപ്പോൾ ഞാൻ കൂടെയുണ്ട് എന്നൊന്ന് പറഞ്ഞാൽ മതിയായിരിക്കും. അങ്ങനെ അവരെ ചേർത്ത് പിടിക്കാനുള്ള ഒരു മനസ്സ്, ഒരു ആർദ്രമായ കരുണയുള്ള ഒരു മനസ്സ് നമ്മുടെ ഉള്ളിൽ ഉണ്ടായിരിക്കുക, ഒരു കരുതലുള്ള മനസ്സുണ്ടായിരിക്കുക എന്നുള്ളത് നല്ലൊരു എഴുത്ത് നമ്മുടെ ഉള്ളിൽ നിന്ന് ഉണ്ടായി വരാൻ പ്രധാനപ്പെട്ട ഒരു ഗുണമാണ്. പിന്നെ നമ്മുടെ ഈ ലോകത്ത് മനുഷ്യൻ അനുഭവിക്കുന്ന, ഇപ്പം നമ്മൾ ഇരിക്കുന്ന, നമുക്കറിയാം, ഒരു യുദ്ധം നടന്നുകൊണ്ടിരിക്കുന്ന ഒരു ലോകത്തിലാണ് നമ്മൾ ഇരിക്കുന്നത്. നമ്മൾ മഹാഭാരതം പോലെയുള്ള കൃതികൾ, മഹത്തായ കൃതികൾ വായിച്ചാൽ ആ മഹത്തായ കൃതികളെല്ലാം വായിച്ചു കഴിയുമ്പോൾ നമുക്ക് മനസ്സിലാകുന്ന ഒരു കാര്യം, യുദ്ധം എന്ന് പറയുന്നത് അധമമാണ് എന്നാണ്. യുദ്ധത്തിലൂടെ ഒരാളും ജയിച്ചിട്ടില്ല. ജയിച്ചവരും തോറ്റവരും യുദ്ധത്തിലൂടെ തോൽക്കുകയാണ് ചെയ്യുന്നത്. മഹാഭാരതം വായിച്ചു കഴിഞ്ഞാൽ പാണ്ഡവരും കൗരവരും ഒക്കെ തോറ്റ കഥയാണ് മഹാഭാരത കഥ. അതുകൊണ്ട് എല്ലാ തരത്തിലുമുള്ള യുദ്ധങ്ങൾക്കെതിരെ, നമ്മളുടെ ഏറ്റവും പ്രിയപ്പെട്ട സുഹൃത്തിനോടുള്ള യുദ്ധം മുതൽ
ലോകത്ത് നടക്കുന്ന എല്ലാ തരത്തിലുള്ള വിഭാഗീയതയുണ്ടാക്കുന്ന എല്ലാ തരത്തിലുമുള്ള യുദ്ധങ്ങൾ ഇല്ലാതെയാക്കി, എല്ലാ തരത്തിലുമുള്ള പിണക്കങ്ങൾ ഇല്ലാതെയാക്കി, ഇണക്കങ്ങളെക്കുറിച്ച്, യുദ്ധമില്ലാത്ത സമാധാനം നിറഞ്ഞ ഒരു ഏക ലോകത്തെക്കുറിച്ച് സദാ സ്വപ്നം കാണുന്ന ഒരു മനസ്സ് എഴുത്തുകാരൻ എന്നല്ല എല്ലാ മനുഷ്യർക്കും ഉണ്ടാവേണ്ടതുണ്ട്. അത് എഴുത്തുകാരനും ഉണ്ടാവേണ്ടതുണ്ട്. നമ്മുടെ വാക്കുകൾ ഒരു കാരണവശാലും മനുഷ്യരുടെ ഉള്ളിൽ വിഭാഗീയത ഉണ്ടാക്കുന്നതാവരുത്. നമ്മളുടെ വാക്കുകൾ മനുഷ്യരെ വേർതിരിച്ചിരിക്കുന്ന ഇടങ്ങളെല്ലാം ഒരുമിപ്പിക്കാൻ സഹായിക്കുന്നതായിരിക്കണം. അത് നമ്മൾ കാരണം വാക്ക് ശക്തിയുള്ള ഒരു വാള് പോലെയാണ്. അത് മുറിച്ചു മാറ്റാനുള്ളതല്ല, അത് തുന്നിച്ചേർക്കാനുള്ളതാണ്. അതുകൊണ്ട് നമ്മളുടെ വാക്കുകൾ ആരെയും, വ്യക്തികളെ, സൗഹൃദങ്ങളെ, രാജ്യങ്ങളെ ഒന്നും മുറിച്ചു മാറ്റാതെ മുറിഞ്ഞു കിടക്കുന്നതിനെ മുഴുവൻ തുന്നിച്ചേർത്ത് ഒന്നാക്കി മാറ്റാനുള്ള ഒരു മനസ്സ് ഒരു എഴുത്തുകാരൻ്റെ ഉള്ളിൽ എപ്പോഴും ഉണ്ടായിരിക്കണം. ഇത്രയൊക്കെയാണ് ഏറ്റവും ചുരുങ്ങിയത് നമ്മളുടെ ഒരു എഴുത്തിൻ്റെ ലോകത്തിലേക്ക് പ്രവേശിക്കുന്ന ഒരാളുടെ ഉള്ളിലുണ്ടായിരിക്കേണ്ടതായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. എൻ്റെ ചോദ്യം എന്താണെന്ന് വെച്ചാൽ, സാറ് നേരത്തെ പറഞ്ഞില്ലായിരുന്നു സാറിൻ്റെ ഗുരുവിൻ്റെ ഒരു കാര്യം, അതായത് ഇപ്പോൾ നമ്മൾ ക്രിയേറ്റീവ് ആവല്ല, ക്രിയേറ്റിവിറ്റി നമ്മുടെ ജീവിതത്തിൽ വരുത്തുകയാണ് വേണ്ടതെന്ന്. അപ്പോൾ എനിക്ക് ആനിമേറ്റ് ചെയ്യാൻ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഞാൻ ഒരു ദിവസം അമ്മയോട് പറഞ്ഞു എനിക്ക് ആനിമേഷൻ ചെയ്യണമെന്ന്. അപ്പോൾ അമ്മ പറഞ്ഞു ആദ്യം ഒരു പേഴ്സണൽ ജോബ് ഉണ്ടാക്കുക, എന്നിട്ട് നമുക്ക് സൈഡ് കയറിയത് നോക്കാമെന്ന്. അപ്പോൾ എൻ്റെ ചോദ്യം എന്താണെന്ന് വെച്ചാൽ, സൈഡ് കരിയേഴ്സിനെ പറ്റി സാറിൻ്റെ അഭിപ്രായം എന്താണ്? അതാണ് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, നമ്മളുടെ പേരൻസിന് പലപ്പോഴും ഈ വിഷയത്തെക്കുറിച്ചിട്ട് ധാരണ കുറവാണ്. ആദ്യം നമ്മളൊരു ജോലി കണ്ടെത്തി പൂർണ്ണമായിട്ട് നമ്മൾ നേരത്തെ പറഞ്ഞ പ്രയോറിറ്റി, നമ്മൾ പഠിക്കുന്ന ഏരിയയിൽ ഒരിക്കലും നമ്മൾ കോംപ്രമൈസ് ചെയ്യരുത്. അത് വളരെ പ്രാധാന്യത്തോടെ തന്നെ പഠിക്കണം. പക്ഷേ ആ പഠിപ്പ് ഏറ്റവും നന്നായിട്ട് പഠിക്കാൻ നമ്മളെ സഹായിക്കുക അതിൻ്റെ ഒപ്പം നമ്മുടെ പാഷനെയും കൂടി മെയിൻറ്റെയിൻ ചെയ്താലാണ്. കാരണം നമ്മുടെ പാഷനെയും കൂടി നമ്മൾ കൂടെ കൂട്ടിയാൽ നമ്മൾ പ്രയോറിറ്റി കൊടുത്ത് പഠിക്കുന്നത് നന്നായി പഠിക്കാൻ പറ്റും. പക്ഷെ ആ ഏരിയയെക്കുറിച്ച് നമ്മുടെ പാരൻസിന് അത്ര അറിവില്ല. അപ്പോൾ അവരെ എഡ്യൂക്കേറ്റ് ചെയ്യാവുന്ന ആളുകളെ കൊണ്ട് അവരെ സംസാരിപ്പിക്കണം. കാരണം നമ്മളുടെ ഉള്ളിലുള്ള വളരെ ആഴത്തിലുള്ള പാഷൻ കൂടി സൈഡിലൊപ്പം കൊണ്ട് നടക്കുക എന്ന് പറയുന്നത്, നിങ്ങൾ പ്രയോറിറ്റി കൊടുത്തിട്ടുള്ള ഏരിയ, സെറ്റിലാവാൻ വേണ്ടി പോണ ഏരിയ ഉണ്ടല്ലോ, ആ ഏരിയയെ ബലപ്പെടുത്താൻ സഹായിക്കുകയുള്ളൂ. അത് അച്ഛനമ്മേനും പറഞ്ഞ് മനസ്സിലാക്കിയാൽ മതി. ഇത് കുറയില്ല, അത് കൂടുതൽ നന്നാവേ ഉള്ളൂ. നന്നായി പാട്ട് പാടുന്ന ഒരാൾ ആ പാട്ടിനെ മെയിൻറ്റെയിൻ ചെയ്താൽ നന്നായി പഠിക്കാൻ പറ്റും. പക്ഷെ അത് വേണ്ടെന്ന് വെച്ചാൽ പഠിപ്പിനെ ബാധിക്കുകയും ചെയ്യുക നെഗറ്റീവായിട്ട്. അങ്ങനെയാണ് അത് മനസ്സിലാക്കേണ്ടത്.